back to my YouTube channel. It's me, your Nandus, and you're watching Nandus Tricks. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഞാൻ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്. അതായത് നമ്മുടെ ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകണേന്ന് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമ്മർ വെക്കേഷൻ ടൈമിൽ എല്ലാവരും സ്ഥിരം ചൂസ് ചെയ്യുന്ന കുറച്ച് പ്ലേസസ് ഉണ്ട്. അങ്ങനത്തെ പ്ലേസസിൽ ഒരു പ്ലേസാണ് ഞാനിന്ന് പോണേ. അപ്പോൾ ഞാൻ കുറേ വട്ടം പോയിട്ടുള്ള പ്ലേസാണ്, കുറേ വട്ടം അവിടെ ഇരുന്നിട്ടുള്ള പ്ലേസാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത്, ഞാൻ സർപ്രൈസ് ഒന്നും തരുന്നില്ല, ഇന്ന് നമ്മൾ പോകാൻ പോണ പ്ലേസ് എന്ന് പറയുന്നത് ഊട്ടിയിലേക്കാണ്. അപ്പം നിങ്ങൾ കേട്ടില്ലേ, മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഇതെങ്ങനെയാണ് പോണേന്ന് വെച്ചാൽ, നമ്മുടെ ലയൺസ് ക്ലബ് ഓഫ് എലിഞ്ഞിപ്ര എന്ന് വെച്ചിട്ടുള്ള ഒരു ക്ലബ് ഉണ്ട്. ആ ക്ലബിലെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊരു 2 days ട്രിപ്പാണ്. അതായത് ഫ്രൈഡേ നൈറ്റ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു, രാവിലെ അവിടെ ഊട്ടി എത്തുന്നു, ആൻഡ് ദെൻ സൺഡേ നൈറ്റ് ആകുമ്പോഴേക്കും ഇവിടേക്ക് എത്തുന്നു. സോ അതാണ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ ഗൈസ്, ദേ നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാനും അമ്മയും അച്ഛനും അച്ഛമ്മയും കൂടിയിട്ട് ബസ് നിർത്തിയ സ്ഥലത്തേക്ക് ഇപ്പോൾ പോവാണ്. അപ്പോൾ രാത്രി കൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. എന്നിട്ട് നമ്മളിതേ ബസ്സിൽ കയറി. എൻ്റെ പുറകിൽ നിൽക്കുന്നതാണ് എയിലീൻ. അപ്പോൾ അവൾ ഇനിയുള്ള വീഡിയോയിലൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങളതേ യാത്ര പുറപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ രാവിലെ ആയിരിക്കും ഊട്ടി എത്താം. അപ്പോൾ നമുക്ക് ഊട്ടി എത്തിയിട്ട് കാണാം. ഇപ്പം നിങ്ങൾ കാണുന്നത് ഊട്ടിയല്ല, പക്ഷെ ഊട്ടിയുടെ അടുത്ത് നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോത്തഗിരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. കോത്തഗിരിയിൽ നിന്ന് ഊട്ടിയിലേക്ക് ഒരു 29 kilometers എങ്ങാണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഈ വ്യൂ ആണ് ഞാൻ കണ്ടത്. നല്ല രസമായിരുന്നു. ഞാൻ ഒന്നും നോക്കിയില്ല, വേഗം ഫോൺ എടുത്തു, ക്യാമറ എടുത്തു, റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. കുറച്ച് തണുപ്പുണ്ടായി. സോ എല്ലാം കൊണ്ടും ആ ഒരു വ്യൂവും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങളങ്ങനെ പോണ വഴിയിലാണ് ദേ ഈ കരടിക്കുട്ടനെ കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കരടിയെ കാണുന്നത്. ഞാൻ സാധാരണ കുരങ്ങന്മാരെയൊക്കെയാണ് കാണാറ്, പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കരടിയെ കാണാം. അപ്പോൾ എല്ലാവരും കരടീനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടാ. കുറച്ച് ട്രാവലിങ്ങിന് ശേഷം ദേ ഞങ്ങളങ്ങനെ ഊട്ടി എത്തിയിട്ടു. അപ്പോൾ കോത്തഗിരിയിൽ നിന്ന് ഊട്ടിയിലേക്ക് ഒരു 1 hour ജേർണി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകണതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കോട്ടേജിലേക്കാണ് പോകുന്നത്. അതായത് ഞങ്ങൾ അവിടെ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. കാരണം അവിടെ പോയി ഒന്ന് ഫ്രഷ് അപ്പ് ആവുമെന്ന് വെച്ചാൽ, കാരണം ഇന്നലെ രാത്രി തുടങ്ങിയ ജേർണിയാണല്ലോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ടയേർഡാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോണത്. അങ്ങനെ ദേ നമ്മൾ നമ്മുടെ സ്ഥലമെത്തി. ആൻഡ് ഇവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് ഒരു ബാക്ക് സൈഡ് വ്യൂ ഉണ്ട്. അതായത് ഞങ്ങളുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ, ബാൽക്കണി നോക്കുമ്പോൾ ദേ ഈ ഒരു വ്യൂ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. രാത്രി ആയാലും ലൈറ്റൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനും അച്ഛനും കൂടി ഇതേ ഒരു ചായക്കട തപ്പി നടക്കുകയാണ്. സംഭവം നമ്മുടെ റൂം എടുത്ത സ്ഥലത്ത് കിട്ടും ചായയും ഭക്ഷണമൊക്കെ, പക്ഷേ അവിടെ സമയമായിട്ടില്ല. അത് കാരണം നമുക്ക് ചായ ഒട്ടും റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞാനും അച്ഛനും എന്തായാലും ഒരു മോർണിംഗ് വാക്ക് പോലെയായി എന്ന് വെച്ചിട്ട് ഇവിടെ ചായക്കട തപ്പി നടക്കുകയാണ്. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഏകദേശം 1 kilometer നടന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം കുറച്ച് ദൂരം നടക്കണം. എന്നിട്ടാണ് ഞങ്ങൾ ഈ ചായക്കട കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് ആശ്വാസമായി. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം പോയി 2 ചായ പറഞ്ഞു വിട്ടാ. ഞങ്ങൾ അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി, എല്ലാവരും ഡ്രസ്സ് മാറ്റി റെഡി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് എയിലീനൊക്കെ റെഡിയായി. ഞങ്ങളിങ്ങനെ കാറല്ലല്ലോ, ബസ്സിലിങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോണത് ഷൂട്ടിംഗ് പ്ലേസിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ അങ്ങോട്ട് പോവാം. നമ്മളങ്ങനെ ദേ ഷൂട്ടിംഗ് പ്ലേസ് എത്തി കേട്ടോ. അപ്പോൾ ഇതല്ല ഷൂട്ടിംഗ് പ്ലേസ്, ഒരു കുന്നിൻ്റെ മേലെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഈ വെള്ള ഷൂ ഇട്ടുകൊണ്ട് വന്നാൽ പിന്നെ തീർന്നു ഗൈസ്. ഇവിടെ നിറച്ചും പൊടിയാണ്. എൻ്റെ ഷൂവിൻ്റെ കൊലമൊക്കെ ആകെ മാറിപ്പോയി ഇവിടെ നിന്ന് തന്നെ.
എൻ്റെ കൂടെ ദേ കുഞ്ഞിയുണ്ട്. കുഞ്ഞി എയിലിൻ്റെ അനിയത്തിയാട്ടോ. പിന്നെ ദേ എയിലിനും ഉണ്ട്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാട്ടോ, ഇങ്ങനെ കാണണമെന്ന് പറഞ്ഞിട്ട്. ഗൈസ്, നമ്മളിപ്പോൾ ഷൂട്ടിംഗ് പ്ലേസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിംഗ് ഫൈൻ. എൻ്റെ മുടിയൊക്കെ അലങ്കോലമായി. കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. ഷൂട്ടിംഗ് നമ്മളിത് അതിൻ്റെ ഉള്ളിൽ കയറി ഞാൻ മുകളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ദൂരമുണ്ട്, പിന്നെ നല്ല കിതപ്പും ഉണ്ടാവും. ആൻഡ് അവിടെ എത്തുമ്പോൾ നല്ല രസമാട്ടോ, നല്ല കാറ്റാണ്, നല്ല അടിപൊളി വൈബാണ്. പക്ഷെ കയറാൻ മാത്രമുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ദേ ഇവിടെ കുറേ ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മലയാളത്തിലും. അതിൽ കുറേ ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്ത പ്ലേസാണ്. പിന്നെ ദേ ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ കാണുന്ന എല്ലാവരും നമ്മുടെ കൂടെ ഉള്ളവരാണേ. உன் கூந்தல் வீசும் பல பூக்கள் வாசம் என் 7 ஜன்மம் உன்னை சேர கேட்கும் என் எண்ணம் நீ என் நெஞ்சம் நீ என்னுள்ளே சாயனாயிருப்பவள் நீ என் ஆயுள் தூரம் நீ இரு போதும் என் வண்ணம் உன்னோடு சேரும். ഞങ്ങൾ മലയുടെ ഏറ്റവും മേലെ എത്തിയിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. നല്ല രസമുണ്ടായിരുന്നു, കാരണം നല്ല കാറ്റ് വീശുന്നുണ്ടായിട്ടാ. അപ്പോൾ ഗൈസ്, ദേ ഇവിടെ എയിലിനും എയിലിൻ്റെ പപ്പയും നിൽക്കുന്നുണ്ട്. ദേ അവളുടെ അമ്മ. പിന്നെ ദേ ഇത് എയിലിൻ്റെ ചെറിയ അനിയനാണ്, കുറച്ച് കുറുമ്പനാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ദേ എൻ്റെ അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ ലയൺസ് ക്ലബ്ബിൽ എല്ലാവരും ദേ ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുക കേട്ടോ, എല്ലാവരും ഒരുമിച്ചിട്ടുള്ളത്. അങ്ങനെ ദേ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ വീഡിയോയിലൊക്കെ കുറച്ച് ഷെയ്ക്കിങ് ഉണ്ടാവും കേട്ടോ, കാരണം അത് നടക്കുമ്പോഴാണ് എടുക്കുന്നത്. അപ്പോൾ ദേ ഞങ്ങളിങ്ങനെ ഇറങ്ങിയിട്ട് ഇനി അടുത്ത പ്ലേസിലോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ദേ അടുത്ത ഡെസ്റ്റിനേഷൻ പൈൻ ഫോറസ്റ്റ് ആണ്. എത്തി കുറച്ച് ദൂരം നടക്കണം. അപ്പോൾ അതിനു മുമ്പ് ദേ ഇവിടെ എല്ലാവരും മാങ്ങയൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എസ്പെഷ്യലി ഞാനൊരു മാങ്ങ ലവർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്കൊരു ഫുൾ മാങ്ങ തന്നെ കിട്ടിയിട്ട് അതിൻ്റെ സന്തോഷത്തിലും കൂടിയാണ് ഞാൻ. എനിക്കൊരു മാങ്ങ ഫുള്ള് കിട്ടി. എനിക്ക് പകുതി കിട്ടിയിട്ട് ഗൈസ്, ഇത് ഫുൾ എടുത്തോണ്ട് പോയി. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണേ? ഇപ്പൊ നമ്മള് പൈൻ ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ അങ്ങനെ ദേ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം ഞങ്ങളുടെ ഒപ്പം ഗ്ലാഡ് ചേച്ചി ഉണ്ട് കേട്ടോ. അപ്പോൾ താഴേക്ക് നടക്കാൻ ചിലപ്പോൾ വീണ പോലെയൊക്കെ തോന്നും, പക്ഷെ എന്നാലും കുഴപ്പമില്ല, കുറച്ച് അഡ്വഞ്ചറസ് ഒക്കെ ഇരുന്നോട്ടെ. അതിപ്പോൾ നമ്മൾ പോണത് ലേക്കിൻ്റെ സൈഡിലേക്കാണ്. അപ്പോൾ പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞ് നമുക്കിങ്ങനെ താഴേക്ക് പോകുമ്പോഴാണ് നമുക്ക് ലേക്ക് കാണാനായിട്ട് പറ്റുക. നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ അവിടേക്കാണ് കേട്ടോ പോണേ. അപ്പോൾ ഞങ്ങള് ഈ സ്ലോപ്പില് എപ്പോ തലിടിച്ച് വീഴുന്ന് പറയാൻ പറ്റില്ല. അതെ, സോ പിന്നെ ഷെയ്ക്കിങ് ഉണ്ട്, സോ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. അപ്പൊ ഞങ്ങൾ എപ്പോ താഴെ തലയിടിച്ച് വീഴുന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ താഴെ നോക്കി നോക്കിയാണ് പോകുന്നത്. ഞങ്ങളുടെ മുഖമൊക്കെ കാണുന്നുണ്ട്. പിന്നെ മേലെ നോക്കി പോകാൻ പറ്റുമോ? മേലെ നോക്കി ആകാശം കാണാം, പിന്നെ മേലോട്ട് പോവുകയും ചെയ്യാം. അതെ. അപ്പോൾ ഗൈസ്, ഞങ്ങളിത് അങ്ങനെ ലേക്കിൻ്റെ അടുത്ത് എത്തിയിട്ടാ. പൈൻ ഫോറസ്റ്റ് നിന്ന് താഴേക്ക് ഇറങ്ങണം. പിന്നെ ഞാൻ ലേക്ക് ഒന്നും കൂടി കാണിച്ചു തരാം. ഞങ്ങളിവിടെ ഫോട്ടോ സെഷൻ ആയിരുന്നു. അവിടെ ലേക്കിന്റെ അവിടെ അതെ, തലകുത്തി നിന്ന് തല തിരിച്ചു പിടിച്ച് എന്തൊക്കെയായിരുന്നെന്നറിയോ. എൻ്റെയും കുറച്ച് ഫോട്ടോ എടുത്തു, ഇവളുടെയും ഞാൻ കുറച്ച് ഫോട്ടോ എടുത്തു. സോ യാ, എക്കോ വരുമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എക്കോ ഒന്നും വരുന്നില്ല. എക്കോ വരുന്നുണ്ട്, കേൾക്കണല്ലേ ചെറുതായിട്ട്. ഇവിടെ ഫുൾ മലയാളീസാണ്, ബംഗാളീസ് ഉണ്ട്, പക്ഷെ കൂടുതലും കുറേ പേര് കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് മൂന്നാറൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന്. ഇപ്പം സമയം 1 മണി ആവാറായി അല്ലേ? 1:30 നമുക്കിവിടെ ചെന്ന്. ദേ അങ്കിൾ നമ്മുടെ ഫോട്ടോസൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ കാണിക്കാം.
കൊരങ്ങൻ പിടിച്ച് വെച്ചേക്കണ പോലെയാണ്. ഇത് കണ്ടോ, ഇഷ്ടം പോലെ കൊരങ്ങന്മാരാണ്. ഞങ്ങളല്ല കേട്ടോ, ഇതേ കൊരങ്ങൻ. കൊരങ്ങന്മാരിൽ നിന്ന് മാറി ഹോമോസാപ്പിയൻസ് ആണ് കൊരങ്ങത്തി. പിന്നാരാ അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറാൻ പോവുകയാണ്. യെസ്, ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോട്ടോ. ഫുഡ് അടിക്കുമ്പോഴൊന്നും വിളിക്കില്ല കേട്ടോ. അതെ, അപ്പൊ ആരും വിളിക്കലില്ല. ഫുഡ് അടിക്കുമ്പോ ഞങ്ങൾ തിന്നു. അപ്പൊ ഓക്കെ, നമുക്ക് അവിടെ വെച്ച് കാണാം. അങ്ങനെ ഞങ്ങളത് 3 മണിക്ക് ഭക്ഷണം കഴിച്ച് കുറച്ച് നേരമായി. എന്നിട്ട് ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുത്തിട്ട് നമ്മളിപ്പോ വേറെ സ്ഥലത്തേക്ക് പോവാണ് അല്ലേ? നിങ്ങളെന്താ മിണ്ടാത്ത? ഞങ്ങള് എങ്ങനെ മിഠായി കഴിക്കണമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തിലേക്ക് പോവാം. ഹലോ ഗായ്സ്, നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് ഇനി പോകുന്നത്. സോ ബൊട്ടാനിക്കൽ ഗാർഡനിൽ ആ വഴിയിൽ നമുക്ക് നിർത്തായിരുന്നു, പക്ഷെ പണ്ടൊക്കെ നിർത്തായിരുന്നു. ഇപ്പൊ ഭയങ്കര അറിവാണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം ഒരു കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടാ. നമ്മള് പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഞങ്ങൾ അങ്ങനെ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ തിയേറ്ററിലൊക്കെ ആവേശമാണ് കാണിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ നമ്മളിത് എങ്ങനെ ഇനി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മളിതേ ബൊട്ടാനിക്കൽ ഗാർഡൻ എത്തി. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലേസാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ. കാരണം എനിക്ക് അവിടെ ഇങ്ങനെ നല്ല രസമാണ് അവിടെ ഇങ്ങനെ ആ പുല്ലിലൊക്കെ ഇരിക്കാൻ. അതുകൊണ്ട് എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാട്ടോ. ഇവിടെ ഫ്ലവർ ഷോൻ്റെ സമയത്ത് വരികയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം അപ്പോൾ വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് എല്ലാം അവിടെ ഉണ്ടാവും. ആ പച്ച ആ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലൊക്കെ പൂക്കൾ കൊണ്ട് നിറച്ച് നമുക്ക് നല്ല രസമായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. സോ ഇപ്പോൾ ഫ്ലവർ ഷോ അല്ലാത്തതുകൊണ്ട് ഫ്ലവേഴ്സ് ഇത്തിരി കുറവാണ്. എന്നാലും കുഴപ്പമില്ല, ഇത്തിരി ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഇത്തിരി അവർ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഫ്ലവർ ഷോ ആകുമ്പോഴേക്കും നല്ല രസം ഉണ്ടാവും. ചില്ലിങ് അറ്റ് ബൊട്ടാനിക്കൽ ഗാർഡൻ. അപ്പോൾ ഗൈസ്, ഞാനിവിടുത്തെ കുറച്ച് ചെടികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചാൽ ശരിക്കും ഇവിടെ ഇവരിപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഫ്ലവർ ഷോ ആകുമ്പോഴേക്കും ഇതൊക്കെ പൂത്തിങ്ങനെ നല്ല ഫ്ലവേഴ്സായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഇങ്ങനെ അവർ വെച്ചിരിക്കുന്നതൊക്കെ. ഹലോ ഗായ്സ്, ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗാർഡന് ചുറ്റും. ഞാനിപ്പോൾ ഏറ്റവും മുകളിലാണ് കേട്ടോ, ഇറ്റാലിയൻ ഗാർഡൻ ആ സംഭവത്തിൻ്റെ അവിടെയാണ് ഞാൻ. ബൊട്ടാനിക്കൽ ഗാർഡനിൽ തന്നെ വലിയൊരു ഗാർഡനാണുള്ളത്. അപ്പോൾ ഭയങ്കര സ്ഥലമുണ്ട്. അമ്മയും അച്ഛനൊക്കെ അവിടെ ഇരിക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞൊരു ഐസ്ക്രീം മേടിക്കാൻ ഐസ്ക്രീം കട തപ്പി വന്നതാണ്, പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല ഇതുവരെ. അപ്പോൾ ഞാൻ വെച്ചിട്ട് എന്തായാലും ഒറ്റയ്ക്ക് ഇങ്ങനെ വൈബടിച്ച് പോവാന്ന്. ആൻഡ് ഇവിടെ കണ്ടോ, ഇത് ലോട്ടസിൻ്റെ താമരക്കുളമാണ്. പക്ഷേ ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ അവർ വെച്ചിട്ടുള്ളൂ, പിടിക്കണ സമയമായിട്ടില്ല, ഫ്ലവർ ഷോയുടെ ടൈം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അൺലക്കിയാണ്. നമ്മൾ ഐസ്ക്രീം കൂടെ കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ കുറേ നേരം നടക്കാൻ തുടങ്ങി. ബട്ട് ദിസ് ഈസ് ഗുഡ് ആക്ച്വലി. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നോട്ടിരിക്കാൻ. ഇവിടെ കുറേ ഇതൊക്കെ താമര ആണ് കേട്ടോ. ടൈപ്പ് ഓഫ് ലോട്ടസ് അല്ല, ലോട്ടസ് അല്ല, സൺഫ്ലവർ പോലത്തെ
സോറി ഡാലിയ. അങ്ങനത്തെ ടൈപ്പ് ഓഫ് പൂവാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ അന്വേഷിച്ച് എനിക്കൊരു കട കിട്ടിയിട്ട്, അപ്പോൾ എനിക്കറിയാം ഇവിടെ ഒരു കടയുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അത് എവിടെയാണെന്നുള്ളതാണ് ഞാൻ തപ്പിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഞാൻ ഈ ഐസ്ക്രീമും കുറേ എന്തൊക്കെയോ സാധനം കിട്ടുന്ന ഒരു കടയിൽ കയറിയിട്ടാണ് ഞാൻ ഐസ്ക്രീം വാങ്ങൽ നിർത്തി. കാരണം ഒരു ഐസ്ക്രീമിന് 100 രൂപ. ഞാൻ മാജൂസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ മാജൂസ് മേടിച്ചു ഗൈസ്. എന്നെ കണ്ടില്ലെങ്കിൽ പഠിക്കാം. നമ്മൾ ഐസ്ക്രീമിന് 100 രൂപ ഒന്നും കൊടുക്കരുത്. നമ്മുടെ നാട്ടിൽ വെറും 20 10 രൂപയുള്ള ഐസ്ക്രീം ഇവിടെ 100 രൂപ ഒരെണ്ണത്തിന്. ഗൈസ് എനിക്ക് പട്ടീനെ കണ്ടുമ്പോൾ നമ്മുടെ ചിങ്കൂന് ഓർമ്മ വന്നു കേട്ടാ. നമ്മുടെ ചിങ്കൂട്ടൻ ഇപ്പോൾ അവിടെ എന്ത് ചെയ്യാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഗൈസ് ഞാൻ മേടിച്ച മാജൂസ് ഇവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ അവരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ 3 പേരും അപ്പോഴേ ഇരുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു ഇരിക്കുന്നത്. പക്ഷെ ഞാൻ മേലെ ആയിരുന്നു. അവിടുന്ന് ഞാൻ നടന്ന് ഇവർക്ക് മാജൂസ് കൊണ്ട് കൊടുക്കുകയാണ് ഗൈസ്. ഞാൻ ഐസ്ക്രീമിൻ്റെ വില പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അമ്മ ഞെട്ടി. അപ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന അവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ജ്യൂസ് കുടിച്ചപ്പോൾ നല്ല ആശ്വാസമായിരുന്നു ഗൈസ്. പിന്നെ എയിലിനൊക്കെ എൻ്റെ ഒപ്പം ആയിരുന്നു. ഞാൻ ജ്യൂസ് മേടിക്കാൻ പോയപ്പോൾ അവരെവിടെയാണ്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ എവിടെയാണ് കേട്ടോ. അപ്പോൾ അവരെ കണ്ടില്ല ഞാൻ അവിടെ. അപ്പോൾ ഗൈസ് ഞാൻ ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിന്ന് ഇറങ്ങി ഇനി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെറുതെ ഇവിടെ തിണ്ടിത്തിരിഞ്ഞ് എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ സമയം 5:39 5:40 ഒരു 7 മണി 7:30 നമ്മൾ ഷോപ്പിംഗ് ഒക്കെ തീരേണ്ടതാണ്. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ക്യാരറ്റും മാങ്ങ എല്ലാം അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കാൻ കുറേ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. അപ്പം ഞാൻ മാങ്ങയാണ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിക്കാൻ പറഞ്ഞത്. കാരണം എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി ഉപ്പുമുളക്. അമ്മയും അച്ഛമ്മയും അച്ഛനൊക്കെ നടന്നു വരുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. തണുക്കാൻ തുടങ്ങി. എൻ്റെ കോട്ടാണെങ്കിൽ വണ്ടിയിലാണ്. അപ്പോൾ ഗെയ്സ് ഞങ്ങളിങ്ങനെ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പോകുന്നു. നമ്മളിപ്പോൾ ഊട്ടിയിലെ ബർക്കി മേടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മേടിക്കുന്ന ഒരു കടയുണ്ട്, അവിടെയാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ ഇമ്പാല എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ബേക്കറിയിൽ നിന്നാണ് എപ്പോഴും ഊട്ടി ബർക്കിയും പിന്നെ ഹോം മെയ്ഡ് ചോക്ലേറ്റൊക്കെ മേടിക്കുക. അപ്പോൾ ആ പതിവ് തെറ്റിക്കുന്നില്ല, ഇവിടുന്ന് തന്നെ മേടിക്കാമെന്ന് വെച്ചത് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ അച്ചമ്മ നിൽക്കുന്നുണ്ട്. അച്ചമ്മയ്ക്കും എനിക്കൊക്കെ കുറച്ച് തണുത്ത് തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി ആകുമ്പോഴത്തേനും ഇത്തിരി തണുപ്പ് കൂടുന്നുണ്ട്. രാവിലെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, രാത്രി തണുപ്പുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ ബർക്കിയും ഹോം മെയ്ഡ് ചോക്ലേറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് ബസ് നിർത്തി അവിടേക്ക് പോവാട്ടാം. അപ്പോൾ ഈ കാണുന്നതുണ്ടല്ലോ, ഇതൊരു സ്കൂളാണ്. ഇവിടെ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ നൊസ്റ്റാൾജി അടിച്ച് ഞാൻ വീഡിയോ എടുത്തതാണ്. സമയം ഏകദേശം ഒരു 6:45 ആയിട്ടാണ്. അപ്പോൾ ഇനി നമ്മളങ്ങനെ ഇന്നത്തെ കഴിഞ്ഞു ഡെസ്റ്റിനേഷൻസ്. ഇനി നമ്മൾ നാളെയാണ് പോകുന്നത്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ബസ്സിലെത്തിയിട്ട് കാണാം. കുറച്ച് ട്രാഫിക് ഉണ്ടായി, പക്ഷെ വലിയ കുഴപ്പമുണ്ടായില്ല. ഞാൻ ബസ്സിലെത്തി ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ വന്ന കോട്ടേജിൽ തന്നെ വന്നു. ഇനി ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ഇനി ക്യാമ്പ് ഫയർ ഉണ്ട് കേട്ടോ. ക്യാമ്പ് ഫയർ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഞാനും കളിച്ചു, പിന്നെ എയിലിനും കളിച്ചു, എല്ലാവരും കളിക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ ഇത്രേ ഉള്ളൂ. നമ്മൾ എന്നിട്ട് കുറച്ച് നേരം നമ്മൾ ഡാൻസ് കളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. പിന്നെ നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്കാണ് പോയത്. ഞങ്ങളുടെ റൂമിലെ ബാൽക്കണിയിൽ നിന്നുള്ള ഒരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഇത്.
ക്യാമറയിൽ നിന്ന് കാണുന്നേക്കാളും ഭംഗി നേരിട്ട് കാണുമ്പോഴാട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഡേ 1 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഡേ 2 അത് നമുക്ക് നാളെ രാവിലെ എണീറ്റിട്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് രാവിലെ എണീറ്റ് കാണാം. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. ഞാൻ എണീറ്റ് റെഡിയൊക്കെ ആയി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ബോട്ട് ഹൗസിലേക്കാണെന്ന് തോന്നുന്നു പോണേ. അപ്പോൾ അങ്ങോട്ടാണ് ഇനി പോകാൻ നിൽക്കുന്നത്. സോ ഇപ്പോൾ സമയം 8 മണിയായിട്ടാണ്. അപ്പോൾ ഞാൻ റെഡി ആയി കഴിഞ്ഞു. എൻ്റെ അതല്ലേ. സോ അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പോൾ നമുക്ക് പോവാം. ഇത് നമ്മുടെ എയിലിൻ്റെ അനിയനാട്ടോ. അവന് ഒരു മടി ഉണ്ടായില്ല എൻ്റെ അടുത്ത് വരാനായിട്ട്. ഹായ് പറയാ പറഞ്ഞ അപ്പം ഹായ് പറയും. ഹായ് ഹായ് പറഞ്ഞേ. ഹായ് ഹായ് ഹായ്. അങ്ങനെ നമ്മൾ ബോട്ട് ഹൗസിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കാണെങ്കിൽ എൻ്റെ കൂടെ തന്നെ ഇരിക്കണം എന്നൊരു നിർബന്ധം. ഞാൻ പിന്നെ ഇരുന്നോട്ടെ, ഫാൻസ് ആയതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഇവർ ഇരുത്തിയിട്ടോ. അങ്ങനെ നമ്മളിതേ ബോട്ട് ഹൗസ് എത്തി. ഇനി കുറച്ച് നടക്കാനുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതേ നടക്കാനായിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടാ. நம்ம இப்போ தமிழில் பேச போகிறோம், ஓகேவா? அப்போ நான் இப்போ ஃபுட்பாத்தில் நடந்துட்டு இருக்கேன். இங்கே കുറേ കുതിരാസ് இருக்கு. ഒരു വെള്ള കുതിര ആൻഡ് ഒരു ബ്രൗൺ കുതിരയില്ല. ഇത് തമിഴും മലയാളവും കുറച്ച് മിക്സ് ആക്കിയതാട്ടാ. So much life ahead with you, my friend. Every time I'm there by your side, everything just feels so right. നമ്മൾ അങ്ങനെ ബോട്ട് ഹൗസിൻ്റെ ഉള്ളിലെത്തിയിട്ടോ. അപ്പം ഞാൻ ഇനി ബോട്ട് ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ബോട്ട് വരുന്നതും ലൈക്ക് ആ പുഴയല്ലല്ലോ ലേക്കൊക്കെ കാണിച്ചു തരാം കേട്ടോ. ആ ബോട്ടിൻ്റെ സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാം. നമ്മളിനി ബോട്ടിൽ കയറാനായിട്ട് പോവാട്ടോ. അപ്പോൾ 15 പേരായിട്ട് നമ്മൾ 2 ബോട്ടിലായിട്ട് കയറി നമ്മളെല്ലാവരും കൂടി. അപ്പോൾ ഗൈസ് ഇത് ഞങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെയാട്ടോ. ഇവർ അവിടുന്ന് ഭയങ്കര ഷോ ആയിരുന്നു. ഞങ്ങളുടെ ബോട്ടാണ് അടിപൊളി എന്നുള്ള രീതിക്ക് ബോട്ടിനെ ഇങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടാ. അപ്പോൾ ഗൈസ് നിങ്ങൾ തന്നെ കണ്ടില്ലേ, അവർ ഭയങ്കര ഇതായിരുന്നു. നമ്മുടെ അടുത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര കൂവലായിരുന്നു കേട്ടാ. കാര്യം അവരുടെ ബോട്ട് അങ്ങനെ പോയി. എന്നാലും അങ്ങനെ ഗൈസ് നമ്മുടെ ബോട്ട് റൈഡ് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ബോട്ട് കയറിയ സ്ഥലത്ത് തന്നെ വന്ന് ഇറങ്ങാൻ നിൽക്കാട്ടാ.
ഇനി നമ്മൾ നേരെ പോകുന്നത് ട്രെയിൻ കയറാനാണ്. അപ്പോൾ നമ്മൾ കുന്നൂർ വരെ ട്രെയിനിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മുടെ ബസ് വരും. നമ്മൾ പോയ ബസ്, ടൂർ ബസ് വരും. ആൻഡ് അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ ചാലക്കുടിക്ക് എത്തും. അതാണ് നമ്മുടെ പ്ലാൻ. ഇനി നമ്മൾ കറങ്ങാൻ നിൽക്കില്ല. ഇത് നമ്മുടെ ട്രെയിൻ റൈഡാണ് ഉള്ളത് കേട്ടോ ഇവിടെ നിന്ന്. ബോട്ട് റൈഡ് ഇഷ്ടമായോ? ബോട്ട് റൈഡ് ഇഷ്ടമായോ? എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ഞങ്ങളിങ്ങനെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുതിരയെ കയറിയാലോ എന്നൊരു ഇത് തോന്നിയത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കുതിരയെ കയറുന്നത്. ഞാൻ ഇതുവരെ കുതിരയിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഓർമ്മയില്ല, കയറിയിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മ വെച്ചാൽ ഒന്നാമത് ഞാൻ കയറിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ഞാനും കുഞ്ചിയും കൂടിയാണ് ഇരുന്നത്. അപ്പോൾ നല്ല രസമായിരുന്നു ഇങ്ങനെ കുതിരയുടെ പുറത്ത് ഇങ്ങനെ ഇരുന്ന് റൈഡ് ചെയ്യാനായിട്ട്. അങ്ങനെ കുതിരയുടെ പുറത്തൊക്കെ കയറിയിരുന്ന് ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി. ബസ്സിൽ കയറി എന്താണെന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ വരെ പോകാനാണ്. അവിടെ പോയിട്ടാണ് ഇനി ട്രെയിൻ കയറുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. നമ്മുടെ ട്രെയിൻ ഒരു 12:30 ആണെന്ന് തോന്നുന്നു. ഉച്ചയ്ക്ക് 12:30ക്കാണ് നമ്മുടെ ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഹെറിറ്റേജ് മ്യൂസിയം ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കുറേ പിക്ചേഴ്സ് ഉണ്ട് ട്രെയിനിൻ്റെയും, ഓരോ ബ്രിട്ടീഷുകാരുള്ളപ്പോൾ ഉണ്ടാക്കിയ ട്രെയിനും അതുപോലെ അങ്ങനത്തെ കുറേ പിക്ചേഴ്സ് ഉണ്ട്. പിന്നെ ട്രെയിനിൽ ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ സാധനങ്ങളും തിങ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പിക്ചേഴ്സിൻ്റെയൊക്കെ താഴെയായിട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു എക്സിബിഷനൊക്കെ നടത്തുകയാണെങ്കിൽ ഇങ്ങനത്തെ മോഡൽസൊക്കെ നമുക്ക് ഇൻസ്പയർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനത്തെ പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും പണ്ട് ഉപയോഗിച്ചിരുന്ന ലാമ്പും അതുപോലത്തെ അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. കാണാൻ നല്ല രസമാണ് കേട്ടോ. നമ്മളങ്ങനെ അതേ മ്യൂസിയത്തിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ ട്രെയിൻ വന്നു ഗൈസ്. ഈ ട്രെയിനിലാണ് നമ്മൾ കുന്നൂർ വരെ പോണത്. അപ്പോൾ ചെറിയൊരു ട്രെയിനാണിത്. നല്ല രസമാണ് ഇതിൽ യാത്ര ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ കുന്നൂരെത്തിയിട്ടോ. ഇനി കുന്നൂരിൽ നമ്മുടെ ഇവിടെ ബസ് നിൽക്കുന്നുണ്ട്, നമ്മൾ വന്ന ബസ്. അപ്പോൾ ഇനി നമ്മൾ ഈ ബസ്സിൽ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. ഒഫീഷ്യലി നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്.
നമ്മൾ വഴിയിൽ നിന്ന് കുറച്ച് ഭക്ഷണം കഴിച്ചു. ഉച്ചയ്ക്കത്തെ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോണത് കേട്ടോ. A few moments later. അങ്ങനെ ഗൈസ് നമ്മൾ പാലക്കാട് എത്തിയിട്ടോ. ഇനി ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ ചാലക്കുടിയിലേക്ക്. അപ്പോൾ നമ്മൾ പോണ വഴി നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. നമ്മളൊരു 11:30-11:45 ആകുമ്പോഴേക്കും ചാലക്കുടി എത്തിയിട്ടോ. ഞാൻ എയിലിനോട് ബായ് പറയാണ്. ഇനി എപ്പോഴാണ് കാണുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, നമ്മുടെ വീഡിയോയും കഴിഞ്ഞു. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ടിൽ ദെൻ ഇറ്റ്സ് മീ യോർ നന്ദു സൈനിങ് ഔട്ട്. ബൈ.